അവരിടമണയുമ്പോൾ കരുണയ്ക്കായി ഞങ്ങൾ ബാവക്കാനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പറയുന്നോണ്ട് ബാവക്കാക്ക് വിഷമമൊന്നും തോന്നരുത്. വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല. വിഷമം കൊണ്ടൊന്നും പ്രവർത്തിക്കരുത്. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നമുക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കാം. കാര്യം എന്താ? ഈ നാട്ടില് സന്യാസിയെ പോലെ ഒരുത്തൻ വന്നിട്ട് കുറച്ചു നാളായി. നമ്മുടെ പുഴക്കരയില് അവന് ഈയിടെ ഒരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ആരാണെന്ന് അറിയാമോ? ആവിതക്കുട്ടി. എന്നാ ഞങ്ങൾ പോട്ടെ, വരട്ടെ. ബാവക്ക ഈ വിവരം അറിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നത് ശരിയല്ല. ഞാനെന്താ വേണ്ടേ? അവളോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞിട്ടാണ് അവൻ ഈ നാട്ടിൽ വന്നത്. ഞാൻ പറഞ്ഞിട്ടാണ് ആബിദ അവന്റെ അടുത്ത് പോയത്. ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ മോള് പിഴച്ചത്, ആബിദാനെ പെറ്റത്. ഇതൊക്കെ ഒരുവൻ മോളിലിരുന്ന് ചരട് വലിച്ച് കളിക്കുന്നതാ. അവൻ കളിക്കട്ടെ, മതിയാവളം കളിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എന്താ? ഇയാൾ എന്തൊരു മനുഷ്യനാണ്. അങ്ങേർക്ക് ദണ്ണമില്ലെങ്കിലും നമുക്ക് ദണ്ണുണ്ടാ കൊച്ചാപ്പി. ഊരും പേരും ജാതി ഒന്നും ഇല്ലാത്ത ഒരുത്തൻ നമ്മുടെ നാട്ടിൽ വന്നൊരു പെണ്ണിനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ നമ്മൾ സമ്മതിക്കൂ? ഊരും പേര് പൊക്കോട്ടെ, ജാതി ഞാൻ കണ്ടുപിടിച്ചോളാം. എങ്ങനെ? അത് ഞാൻ ഏറ്റു. വേണ്ട, ഇരുന്നോ, ഞാനും ഇരിക്കാം. ഒന്ന് പരിചയപ്പെടാലോ എന്ന് കരുതി വന്നതാ. മുമ്പും ഞാനിവിടെ വന്നിട്ടുണ്ട്, പണ്ട്. അന്നും ഇതുപോലൊരാൾ ഇവിടെ തീരടുത്തിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങളിവിടെ വരരുത്, എന്റെ മോളെ കാണരുത്. അന്ന് അയാള് സിഗരറ്റ് നീട്ടിയിട്ട് പറഞ്ഞു, ബാവയെ ഇത് വലിക്കണം. ഇന്ന് നിങ്ങൾ എന്തിനാ എന്നെ കണ്ടപ്പോ സിഗരറ്റ് മാറ്റുന്നത്? ഒരെണ്ണ എനിക്കെന്താ, ഞാനും വലിക്കാം. മേല, ആരോടും ഒന്നും ചെയ്യാൻ മേല. എനിക്കുണ്ടായിരുന്നതെല്ലാം ഞാൻ ഈ പള്ളിക്ക് കൊടുത്തു കഴിഞ്ഞു. ഈ മണ്ണിൽ പുഴുവിനെ പോലെ കിടക്കണത് എന്തിനാ? മണ്ണും അതിനടിയും മരിച്ചുപോയവർക്കുള്ളതാ. നമ്മളൊക്കെ അതിന് മുകളിലുള്ളവരാ. ഇവിടെ എന്തെങ്കിലും ചെയ്യണതിന് നമുക്ക് ആരുടെയും അനുവാദവും ഒന്നും വേണ്ട. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പുരയെ വന്ന് കിടക്കണമെങ്കിൽ എന്റെ അനുവാദം വേണ്ട. പറഞ്ഞത് മനസ്സിലായ? അതല്ല പുഴുവിനെ പോലെ കിടക്കാനാണ് ആശയെങ്കിൽ കിടന്നോ. പക്ഷേ നിങ്ങൾ എന്റെ ആബിദാന്റെ മനസ്സ് മാത്രം വേദനിപ്പിക്കരുത്. അവള് പാവമാണ്. അത് പറയാനാ വന്നത്.
അവിതേ അവിതേ കഴിഞ്ഞോ? ഞാൻ വരുന്നു. നില്ലേ കാക്ക. ഇക്കാക്ക, എന്ത് സുന്ദരിയായിരിക്കുന്നു ആവിത കുട്ടി. വേണ്ട, എനിക്ക് എന്റെ പഴയ ആബിദ കുട്ടിയെ മതി. ഇതാരാ കാക്ക? ഇതാരാന്ന് പറയട്ടെ. മൊയ്തീൻ ബാവ നോണ എന്ന് പറയട്ടെ. ആരാന്ന്? ആബിദയുടെ ബാപ്പ. പാവം ബാപ്പ. ഇങ്ങനെ കാരണമല്ലേ എനിക്ക് ആബിദ കിട്ടിയത്. കളഞ്ഞേക്കട്ടെ. കൗസുനെ കാണണം. ഞാൻ പോട്ടെ കാക്ക. പോയിട്ടോ.